ഒരു രൂപ നാണയം പോലും കയ്യിലില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ചില സമയത്ത് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്നും ഒരു 500 1000 കടം മേടിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് അല്ലേ? എന്നാൽ അങ്ങനെയുള്ള പല ആളുകളെയും എനിക്കറിയാം. പല ആളുകളും ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, ഉസ്താദെ ഇങ്ങോട്ട് വരാൻ തന്നെ പൈസ മറ്റൊരാളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പല ആളുകളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസുകളും അമലുകളൊക്കെ കാണുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റേതായ അർഹമായ പ്രതിഫലം നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരെ കൂട്ടത്തിൽ സാധുക്കളായ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ അമലാണ്. പല ആളുകളും സ്വാഭാവികമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തികം അല്ലേ? ഇന്ന് നമുക്കറിയാം, ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സമ്പത്ത്, പണം. പണമുള്ളവനെ ഇന്നെല്ലാം ഉള്ളൂ. പണമുള്ളവന് ജനങ്ങളുടെ ഇടയിൽ വിലയുണ്ട്. പണമുള്ളവന് മറ്റുള്ളവരുടെ ഇടയിൽ സ്വാധീനമുണ്ട്. പണമുള്ളവന് ഈ ദുനിയാവിലൊന്നും പേടിക്കേണ്ടതില്ല. കാരണം എല്ലാം അവൻ്റെ കയ്യിൽ ഒതുങ്ങുകയാണ്. പാവപ്പെട്ടവനൊരു നിയമം, പണക്കാരന് മറ്റൊരു നിയമം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ആളുകൾ പണത്തിൻ്റെ പവർ കാട്ടാനോ ഹുങ്ക് കാണിക്കാനോ ഒന്നുമല്ല, ജീവിതത്തിലെ നിത്യ ചെലവുകൾക്ക് പോലും ഒരു വഴിയില്ലാതെ, ജീവിതത്തിൽ നമുക്ക് നിത്യേന നടന്നു പോകേണ്ട നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ, നമ്മുടെ ചിലവുകൾ, നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ, ലോണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോലും ഒരു രൂപ നാണയം പോലും കയ്യിലില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? ചില സമയത്ത് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്നും ഒരു 500 1000 കടം മേടിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് അല്ലേ? എന്നാൽ അങ്ങനെയുള്ള പല ആളുകളെയും എനിക്കറിയാം. പല ആളുകളും ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, ഉസ്താദെ ഇങ്ങോട്ട് വരാൻ തന്നെ പൈസ മറ്റൊരാളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. പല ആളുകളും പറയാറുണ്ട്. അള്ളാഹു നമ്മുടെയൊക്കെ സമ്പത്തിൽ ബറക്കത്ത് നൽകട്ടെ. നല്ല റാഹത്തും സന്തോഷവുമായി ജീവിക്കാൻ വേണ്ട എല്ലാവിധ സമ്പത്തും നമ്മളിലേക്ക് ഒഴുകിയെത്താൻ ഖാലിഖായ റബ്ബിൻ്റെ ഖജനാവ് റബ്ബ് നമുക്ക് വിശാലമായി തുറന്നു തരട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, സമ്പത്ത് അതൊരു പ്രധാന പ്രശ്നമാണ്. നമുക്ക് ജീവിതത്തിൽ എടുത്തു വെക്കാനൊന്നും കിട്ടാറില്ല. സ്വാഭാവികമായിട്ട് എടുത്തു വെക്കാൻ വേണ്ട പൊന്നാര ഉസ്താദെ, നമ്മുടെ അന്നാന്നത്തെ കാര്യങ്ങളൊന്നും കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയുന്ന പല ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ അമല്. സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ, ഇർബദ് മീഡിയയുടെ കൂട്ടുകാർ, ആരെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി അമലാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത്തരം അമലുകളൊന്നും ആരും നിങ്ങൾക്ക് വെറുതെ പറഞ്ഞു തരൂല. അപ്പം ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഇത് ചെയ്യുക. രണ്ടാമത്തത്, നിങ്ങളുടെ വിലപ്പെട്ട ദുആ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ പവിത്രതയേറിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അഹ്ലുകാരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ, സാമ്പത്തികമായിട്ട് നമുക്കൊരു മുന്നേറ്റമുണ്ടാകാൻ വേണ്ടി, നമ്മുടെ കയ്യിൽ സമ്പത്ത് നിൽക്കാൻ വേണ്ടി, സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടി ഒരു അമല്. ഇതിന് നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു പ്ലേറ്റാണ് നമുക്ക് വേണ്ടത്. നമുക്കെല്ലാം അറിയാം, ഇതിനു മുമ്പ് നമ്മൾ ഒരു പ്ലേറ്റ് എഴുതി, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു പ്ലേറ്റ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ നല്ല റിസൾട്ട് പറഞ്ഞു. ഒരുപാട് നിർത്തൂല എന്ന് ഉറപ്പിച്ച കള്ളുകൂടിയായിരുന്നു ഉസ്താദെ. അൽഹംദുലില്ലാ എൻ്റെ മകൻ അത് നിർത്തി, എൻ്റെ ഭർത്താവിന് മാറ്റമുണ്ട്. പല ആളുകളും പറഞ്ഞു, ഉസ്താദെ അൽഹംദുലില്ലാ ചെയ്തു കൊടുത്ത് 2-3 മാസം നല്ല മാറ്റം ഉണ്ടായി, പക്ഷേ വീണ്ടും ചെറിയ രീതിയിൽ വീണ്ടും തുടങ്ങുന്നുണ്ട്, ഒരു തവണ കൂടി അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്.
ഇൻഷാ അല്ലാഹ് ധൈര്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് ആ അമൽ ചെയ്തു കൊടുക്കാം. നല്ല വൃത്തിയുള്ള ഒരു വെള്ള പ്ലേറ്റാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം നമുക്കിതിൽ എഴുതണം. ഇതിൽ എഴുതാൻ നമുക്ക് വേണ്ടത് അറബി മഷിയാണ്. പല ആളുകൾക്കും എന്താണ് അറബി മഷി എന്നുള്ളത് അറിയൂല. അറബി മഷി കിട്ടാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇതിന് പറ്റുന്ന മഷി നമുക്കുണ്ടാക്കാൻ പറ്റും. ഒരു കാരണവശാലും സാദാ പേന കൊണ്ട് നമുക്കിത് എഴുതാൻ പറ്റൂല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സാദാ പേന കൊണ്ട് നമുക്ക് ഈ അമൽ ചെയ്യാൻ വേണ്ടി ഈ പ്ലേറ്റിൽ എഴുതാൻ പറ്റൂല. നമുക്ക് വേണ്ടത് ഒരു അറബി മഷിയോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന മഷിയോ ആണ് വേണ്ടത്. വീട്ടിൽ എങ്ങനെ മഷി ഉണ്ടാക്കുക? വീട്ടിൽ മഷി ഉണ്ടാക്കാൻ സുഖമാണ്. നമ്മുടെ അരി ഉണ്ടല്ലോ, അരി നന്നായിട്ട് വറുത്ത് പൊടിക്കുക, നന്നായിട്ട് വറുക്കുക. അരി വറക്കുമ്പോൾ ഒരു യെല്ലോ കളർ, മഞ്ഞ കളറായി മാറും. ആ മഞ്ഞയിൽ നിന്ന് പിന്നെ ഒരു ഡാർക്ക് മഞ്ഞയാവും. അവിടെ നിന്ന് പോയാൽ പിന്നെ ഏകദേശം കറുപ്പ് കളറിലേക്ക് പോകും. അങ്ങനെ അരി ഒരു ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് അരി എന്ത് ചെയ്യുക, വറുത്ത് 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 ഒരു കറുപ്പ് കളറാകണം. നല്ല രീതിയിൽ കറുപ്പ് ബ്ലാക്ക് കളറായി അത് ഏകദേശം ഒരു കരി പോലായി മാറണം. ആ സമയത്ത് എന്ത് ചെയ്യുക, അതെടുത്ത് മാറ്റിയതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം അതിലേക്ക് ലേശം വെള്ളം എന്ന് പറയുമ്പോൾ സാധാ വെള്ളമല്ല, റോസ് വാട്ടർ, പനിനീരാണ് നിങ്ങൾ മിക്സ് ചെയ്യേണ്ടത്. അതിലേക്ക് പനിനീര് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക. വെള്ളം പോലെ ആക്കരുത്, പേസ്റ്റ് പോലെ ആക്കുക. പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ യാ റസാഖ് യാ അല്ലാഹ് എന്നുള്ള പടച്ച റബ്ബിൻ്റെ ഇസ്മ, യാ റസാഖ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ വളരെ പവിത്രമാക്കപ്പെട്ട ഇസ്മാണ്. റിസ്ക് വർദ്ധിക്കാൻ വേണ്ടി നമുക്കെപ്പോഴും ചൊല്ലാൻ പറ്റുന്ന, റിസ്ക് വർദ്ധിക്കാൻ വേണ്ടി നമുക്കെപ്പോഴും ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണ്. ആ ഇസ്മിനൊരു പ്രത്യേകതയുണ്ട്. ഇൻഷാ അല്ലാഹ് ഖാലിഖായ റബ്ബിൻ്റെ ആ ഒരു പവിത്രമാക്കപ്പെട്ട ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് ആരൊക്കെയാണോ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മനസ്സിൽ തീരുമാനിക്കുന്നത് ആരൊക്കെയാണോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം തന്ന് എന്തുദ്ദേശം വെച്ചിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത് ആ ഉദ്ദേശം അള്ളാഹു പൂവണിയിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് മഷി റെഡിയാക്കിയതിന് ശേഷം ഒരു മരത്തിൻ്റെ കമ്പ്, ചളിയിൽ കിടക്കുന്ന കമ്പൊന്നും പറ്റില്ല, ചെറിയൊരു ഉണങ്ങിയൊരു കഷ്ണം മരക്കമ്പ് എടുക്കുക. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കടയിൽ നിന്നും മറ്റേ സ്റ്റിക്ക് കിട്ടും, നമ്മൾ പല്ലിലൊക്കെ കുത്താറുള്ള സ്റ്റിക്ക് കിട്ടും. ആ സ്റ്റിക്ക് ഒരെണ്ണം പേടിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് നല്ലൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതുകൊണ്ട് എഴുതാൻ പറ്റും. ഈ മഷിയിൽ ഇങ്ങനെ മുക്കുക, പതിയെ ഇങ്ങനെ എഴുതി കൊടുക്കുക. പതുക്കെ എഴുതി കൊടുത്താൽ മതി, ലേശം, നല്ല രീതിയിൽ തെളിയണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി കൊടുത്താൽ മതി. യാ റസാഖ് എന്നാണ് എഴുതേണ്ടത്, യാ റസാഖ് എന്ന്. ശരിക്കും യാ റസാഖ് എന്നുള്ളതിൻ്റെ കണക്ക് പറയുന്നത്, നമ്മളിവിടെ ഇസ്മ എഴുതേണ്ട കണക്ക് 308 തവണയാണ് പറയുന്നത്. ഒരു പ്ലേറ്റിൽ ചുരുക്കി എഴുതുകയാണെങ്കിൽ, വട്ടമിട്ട് നമുക്ക് പതുക്കെ എഴുതുകയാണെങ്കിൽ എഴുതാൻ പറ്റും, എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ആരും ഇത് എഴുതാത്തവരായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര ബൈ ഹാർട്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്രയാണോ ഇത് എഴുതാൻ കഴിയുന്നത് അത്രയും എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, റോസ് വാട്ടർ എടുത്തിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക, യാ റസാഖ് യാ അല്ലാഹ് എന്ന് 308 തവണ മന്ത്രിച്ച് ഊതിയതിന് ശേഷം റോസ് വാട്ടർ ഇതിൽ ഫുള്ള് ഒഴിക്കുക. ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ആ റോസ് വാട്ടർ കൊണ്ട് ഈ പ്ലേറ്റിലുള്ള അക്ഷരങ്ങളൊക്കെ മായ്ക്കുക, ഈ വെള്ളം മാറ്റി വെക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങൾ ഈ പ്ലേറ്റിൽ എഴുതിയത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 100 തവണ എഴുതി, അങ്ങനെ 100 തവണ എഴുതിയ വെള്ളം നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്നും റോസ് വാട്ടർ ഉപയോഗിച്ച് മായ്ച്ച് ആ വെള്ളം മാറ്റി വെച്ചു. എന്നിട്ട് പ്ലേറ്റ് തുടച്ചതിന് ശേഷം വീണ്ടും എഴുതുക. ഒരൊറ്റ പ്രാവശ്യം തന്നെ 308 തവണ എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ ഒറ്റ തവണ എഴുതിയാൽ മതി. അതല്ല, ഒരു തവണ എഴുതാൻ പ്രയാസമുള്ളവരാണെങ്കിൽ എത്ര തവണയാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക അത്രയും എഴുതിയിട്ട് 1, 2, 3 തവണ ചിലപ്പോൾ എഴുതേണ്ടി വരും. 100, 200, 300 അങ്ങനെ എഴുതേണ്ടി വരും. അങ്ങനെ എഴുതിയതിന് ശേഷം 308 തവണ എഴുതൽ നിർബന്ധമാണ്. എഴുതി ഇതൊക്കെ മായ്ച്ചതിന് ശേഷം ആ വെള്ളം മാറ്റി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടാവും പല ആളുകൾക്കും, എപ്പോഴും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ വീണ്ടും വ്യക്തമായി പറയുന്നു, നമുക്ക് റോസ് വാട്ടറാണ് വേണ്ടത്. അതുപോലെ തന്നെ പല ആളുകളും ഏത് അമൽ പറഞ്ഞു കൊടുത്താലും ചോദിക്കും, ഉസ്താദ് ഇത് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആർക്കും ഈ അമൽ ചെയ്തു കൊടുക്കാം. ഭാര്യയ്ക്ക് ചെയ്യാം ഭർത്താവിന് വേണ്ടി, ഭർത്താവിന് ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടി, ഉമ്മാക്ക് ചെയ്യാം മകന് വേണ്ടി, ഉപ്പാക്ക് ചെയ്യാം മകന് വേണ്ടി, ആർക്കും ചെയ്യാവുന്നതായ ഒരമലാണിത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം ആ വെള്ളം മാറ്റി വെക്കുക. അതിന് ശേഷം ആ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്ന
ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന, പണം വെക്കുന്ന ആ ഒരു ഷെൽഫ്, കച്ചവടം നടത്തുന്നവരാണെങ്കിൽ കച്ചവടം നടക്കുന്നതിൻ്റെ ആ ഒരു മുന്നിലൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഷെൽഫിൽ, പണം വെക്കുന്ന ഷെൽഫിലൊക്കെ ഒന്ന് ജേസം കുടഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ജോലി, ആ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഈ വെള്ളം നിങ്ങൾ സമ്പത്ത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നു ആ മേഖലയിലൊക്കെ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ കുറച്ച് ദിവസം, ഒരു 7 തവണയെങ്കിലും ചെയ്യാം. ഒരാഴ്ച ഒരു തവണ ചെയ്തു, പിറ്റത്തെ ആഴ്ച ഒരു തവണ ചെയ്യാം, അങ്ങനെ 7 തവണ ചെയ്യുക. 7 ആഴ്ചയിൽ ഓരോ വട്ടം ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഈ 7 ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ദാരിദ്ര്യമാണെങ്കിലും അത് നീങ്ങി വലിയ റാഹത്തിലും സന്തോഷത്തിലും നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹു ആക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അമലുകൾ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വേണ്ട അമലുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അതും ഒരു ജാരിയായ സദഖയാണ്. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട പല ആളുകളും പരാതി പറയാറുള്ള ഒരു പ്രശ്നമാണ്, ഉസ്താദേ സമ്പത്ത് ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, കയ്യിൽ നിൽക്കുന്നില്ല. ഒരു ചോരുന്ന സഞ്ചി പോലെ അതങ്ങനെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു രൂപ പോലും എടുത്തു വെക്കാൻ കിട്ടുന്നില്ല ഉസ്താദേ, അത്രയും പരാജയത്തിലാണ്. പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഉപകാരത്തിൽ പെടുന്നില്ല. ഇത് പല ആളുകളുടെയും പ്രശ്നമാണ് അല്ലേ? നിങ്ങൾക്കും അങ്ങനെ ഒരു പ്രശ്നം വരാറില്ലേ? ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾക്ക് അതിന് വേണ്ട നല്ല ഒരു മുജറബായ അമല്, ഒരു പച്ച പട്ടുനൂല് കൊണ്ടുള്ള ഒരു അമല് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലെത്തിക്കും. നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.